നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡായി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ വേൾഡ് കാർഡാണ്. റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ റിലേഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആയി മാറും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് മുൻപ് ചിലപ്പം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം, റിലേഷനെ ബേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സണാണ് ഇവർ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ ആ ഒരു സ്നേഹവും നിങ്ങളോടുള്ള താല്പര്യവും പരമാവധി ഹൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളോട് പ്രകടിപ്പിക്കാതെ നിൽക്കുന്നുണ്ടാവാം. അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹവും ഫീലിങ്സും അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ചിലപ്പം ഒരു പോസിറ്റീവ് എനർജിയിലോട്ട്, ഒരു ഹയർ എനർജിയിലോട്ട് മാറിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആവുന്നത്. നിങ്ങളുടെ റിലേഷനെ കുറിച്ച് നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഇമോഷൻസ് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ റിലേഷനിൽ വരുന്നു. ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടാവും. ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ ഒരു ഇമോഷണലി അത്രയും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സണിൽ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി അത്രയും ഒരു ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ഒരു കണക്ഷനാണ് നിങ്ങളുടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കപ്സ് എനർജികൾ കപ്പിൾസ് ആയിട്ട് വരുമ്പം നിങ്ങളുടെ റിലേഷൻ അത്രയും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പം എത്ര ഈ റിലേഷനിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചാലും ഒരു ബേസ് ഉണ്ട് ഈ റിലേഷന്. ഓക്കെ, അതായത് ഒരു ബേസ് എന്ന് പറയുന്ന ആ ഒരു ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. അപ്പോൾ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻ അങ്ങനെ പെട്ടെന്ന് തകർത്ത് കളയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോകാനുള്ള ചാൻസ് ഇല്ല. ഇത് എത്ര അകന്നു പോയാലും നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ വരുന്ന ഒരു കണക്ഷനാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം, രണ്ടുപേരും തമ്മിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാവുന്നുണ്ടാവാം. എന്തൊക്കെ ആയാലും അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് കാരണമുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റിലേഷൻ്റെ ബേസ് അത്രയും സ്ട്രോങ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും എൻഡ് ആയി പോവില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ്. പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും അതിനെ ഈ റിലേഷനെ പിന്നീട് വീണ്ടും ഒരു ബാലൻസിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ ആയിരിക്കാം. അപ്പം ആ ഒരു ടെൻഷൻ, ആ ഒരു സ്ട്രെസ്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ കുറേയൊക്കെ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ ഓക്കെ ആയി വരാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ.
7 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ റിലേഷൻ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അവർ ടെൻഷൻ ആവുന്നുണ്ട്, ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്തയിലോട്ട് അവർ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, ഈ റിലേഷനോട് തിരികെ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ നിങ്ങൾക്ക് ഒരു നീതി കിട്ടും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഈ ഒരു റിലേഷൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ റിലേഷൻ തകർന്നു പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് മാറുന്നതും. അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ റിലേഷനിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ ഒരു കോണ്ടാക്റ്റിലോട്ട് വരെയും റിലേഷൻ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം, നിങ്ങളുടെ പേഴ്സണിന്റെ മെസ്സേജസ് നോക്കാം. അവർ ലവ് ഈസ് റിയൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രയും റിയൽ ആണ്, യാഥാർത്ഥ്യമുള്ളതാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനെ നിങ്ങൾക്ക് ഈസി ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. വാണ്ടിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിലോട്ട് വേണം. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തിനേയും അവർ നേരിടാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഐ ലവ് യു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അത്രയും അവർ ഇന്റൻസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കിവിടെ കിങ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ് എനർജി കപ്പിൾസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷുവിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നൊരു വിഷസോ കാര്യങ്ങളൊക്കെ മെസ്സേജോ ഒക്കെ ആയിട്ട് അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷു ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി വിഷുന്നോ അല്ലെങ്കിൽ സുഖാണോന്നോ ഏതെങ്കിലും രീതിയിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ചിത്തിര, അശ്വതി, W, ലെറ്റർ B, ആയില്യം, ജൂലൈ 1986, ലെറ്റർ T, ഡിസംബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.